ഹലോ നമസ്കാരം. ഇതൊരു സോഡിയാക് ബേസ്ഡ് റീഡിംഗ് ആണ്. അപ്പം നമ്മൾ നോക്കുന്നത് നമ്മുടെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയ ബന്ധത്തിൻ്റെ ഒരു വിശകലനമാണ്. എനർജി ചെക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ജെമിനായി സോഡിയാക് സൈൻ ആണ്. അപ്പോൾ നിങ്ങളുടെ സൺ സൈൻ ജെമിനായി ആണെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ നോക്കുന്നത് ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി എന്താണ്. ഓക്കെ, പല സെഷൻസ് ആയിട്ടാണ് നമ്മൾ ഈ റീഡിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഒരു ഓവറോൾ എനർജി എന്താണ് നിങ്ങളുടെ ലവ് ലൈഫിൻ്റെ എന്നുള്ളതാണ് ആദ്യം തന്നെ നോക്കുന്നത്. അപ്പോൾ ജെമിനായി സോഡിയാക് സൈൻ പ്ലേസ്മെൻ്റ് ഉള്ളവരുടെ പ്രണയ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഹീലിംഗ് എനർജി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ജെമിനായിയുടെ ഒരു ലവ് ലൈഫ് അവരുടെ ഒരു ഓവറോൾ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ കാണുന്നത് ഒരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, ആദ്യം ആഗ്രഹിച്ച പോലെ ഒരു പ്രണയ ജീവിതത്തിലെ മാറ്റങ്ങൾ കാണാത്ത പോലെ നിരാശ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി, അതായത് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പ്രണയ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാത്തത് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ അതിൽ നിന്ന് മാറി അത് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ, നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ, ഒരു ഉദാഹരണം പറയാൻ കേട്ടോ, അതിനർത്ഥം അതിനേക്കാൾ നല്ലൊരു ബന്ധമാണ് നിങ്ങൾ അർഹിക്കുന്നത് എന്നുള്ളതാണ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ചിന്തകൾ മാറിയിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒതൻറ്റിക് സെൽഫ്, ഓക്കെ, നിങ്ങളുടെ ശരിയായ ആ ഒരു എന്താ പറയുക വ്യക്തിത്വത്തിനെ നിങ്ങൾ അംഗീകരിച്ച് തുടങ്ങുക. അല്ലെങ്കിൽ അതിനെ മൊത്തത്തിൽ അതിൽ ഇംപെർഫെക്ഷൻസ് ഉണ്ട്, ഓക്കെ, കുറവുകളുണ്ട്. പക്ഷെ ആ കുറവുകളോടൊക്കെ കൂടി നിങ്ങളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാണ്. മറ്റൊരു വ്യക്തിയായിട്ട് നിൽക്കുന്ന ഒരു ടെൻഡൻസി, ഒരു പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന, അതിനൊക്കെ നിങ്ങൾ ആ ഒരു ടെൻഡൻസി റിലീസ് ചെയ്യുന്നൊരു സമയമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. മാത്രമല്ല ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാളാണെങ്കിലും അല്ല ഒരു സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്, നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് തിരിച്ചും ലഭിക്കണം എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രം എഫേർട്ട് എടുക്കുകയാണ് ആയിരുന്നെങ്കിൽ നിങ്ങൾ അതിൽ ഇനിയൊരു എന്താ ചെയ്യേണ്ടത്, അതിലൊരു മാറ്റം കൊണ്ടുവരികയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്നത് നിങ്ങളുടെ പങ്കാളി എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ അതനുസരിച്ച് നിങ്ങളും എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതിലേക്ക് നിങ്ങൾ മാറുകയാണ്. മാത്രമല്ല, ഇനി നിങ്ങളുടെ പങ്കാളിയാണ് കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളും അതിനനുസരിച്ച് എഫേർട്ട് എടുക്കാൻ തീരുമാനിക്കാം. ഓക്കെ, അങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഒരു എംപവറിംഗ് ആയിട്ടുള്ള ഒരു ഹീലിംഗ്, നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് നിങ്ങൾക്കൊരു അപ്ഗ്രേഡാണ് കൊണ്ടുവരുന്നത്, നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് ആണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ മൈൻഡ് സെറ്റിലൊക്കെ ഒരു മാറ്റമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ്ലി നിങ്ങളുടെ ലവ് ലൈഫിൽ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ജെമിനായി പ്ലേസ്മെന്റ്സ് അവരുടെ പ്രണയ ജീവിതത്തിൽ അവരിപ്പോൾ സബ് കോൺഷ്യസ്ലി എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, കാർഡ് ഇവിടേക്ക് വരട്ടെ. ഇത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. നിങ്ങളിപ്പോൾ സബ് കോൺഷ്യസ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്യൂഷൻസ്. ഓക്കെ, നിങ്ങൾക്കുള്ള ഇല്യൂഷൻസ്, നിങ്ങൾക്കുള്ള ഭയമുണ്ട്, ചതിക്കപ്പെടുമോ, അങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ കാണുന്നു നിങ്ങളുടെ ഉള്ളിൽ. ആ ട്രസ്റ്റ് ഇഷ്യൂവിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നിങ്ങൾക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ട്. എന്താണെന്ന് വെച്ചാൽ ആ റിലേഷൻഷിപ്പ് എങ്ങനെയാകുന്ന അറിയില്ല, നല്ലതായിരിക്കുമോ, ഇനി അത് കാരണം ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുമോ, സക്സസ്ഫുൾ ആയില്ലെങ്കിലോ, അങ്ങനത്തെ കുറേ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനൊരു അവസരം വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു ടെൻഡൻസിയിൽ നിന്ന് നിങ്ങൾ അപ്പോൾ പുറത്ത് കിടക്കുക. അതുപോലെ തന്നെ ഒരു എന്താ പറയണ്ടേ, നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് കുറേ ഇൻസെക്യൂരിറ്റീസ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് ഒക്കെ ഉണ്ട്. നിങ്ങളെ കൊണ്ട് അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല, നിങ്ങൾക്ക് എന്താ കുറവുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള കുറേ ചിന്തകൾ ഉണ്ടായിരുന്നു. ആ ചിന്തകളിൽ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട്, ആ ചിന്തകളെയൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ
നിങ്ങൾ കൂടുതൽ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് തന്നെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്ലോ അപ്പ് നിങ്ങളുടെ ലവ് ലൈഫിൽ കൂടുതൽ നല്ല മാറ്റങ്ങളാണ് കൊണ്ടുവരിക. കാരണം അപ്പം നിങ്ങൾക്ക് നിങ്ങളായി തന്നെ നിൽക്കാൻ സാധിക്കും. അനാവശ്യമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒന്നും ഉണ്ടാകാതെ റിലേഷൻഷിപ്പിൽ, ഇപ്പം അത് ഒരു പ്രശ്നമായിരുന്നു ഇത്രയും നാളെങ്കിൽ അത് ഇല്ലാതെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിലേക്ക് ആകാൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ ഒരു അവസരം വരുമ്പോൾ ആ ഒരു അവസരത്തിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകും. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ഉള്ള ഒരു എന്താ പറയണ്ടേ, ഒരു ടെൻഡൻസി ഉണ്ട് റിലേഷൻഷിപ്പ് എന്താ പറയുക ഭാവി എങ്ങനെയാകും എന്ന് മുന്നേ കൂട്ടി അറിയണം എന്നുള്ളൊരു ടെൻഡൻസി. ആ ടെൻഡൻസിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുകയാണ്. ആ ഒരു കൺട്രോളിങ് ടെൻഡൻസി നിങ്ങൾ റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ ഏത് റിലേഷൻഷിപ്പിലാണോ ആകുന്നത്, യൂണിവേഴ്സായി കൊണ്ടുതരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ആ റിലേഷൻഷിപ്പിനെ എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുന്നു. നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അതിൽ നിങ്ങളായി തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കഴിവതും ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പം അങ്ങനത്തെ ഒരു ടൈമാണ് നിങ്ങൾ ഇനി മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഉള്ളിലത്തെ ഇൻസെക്യൂരിറ്റി കൊണ്ട്, സെൽഫ് ലിമിറ്റിംഗ് ബിലീവ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം, ഓക്കെ, പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ആണ് നിങ്ങൾക്ക് ഇനി ലവ് ലൈഫിൽ കാണാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചർ, ഓക്കെ, നിയർ ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, അതായത് ലവ് ലൈഫിൽ നിയർ ഫ്യൂച്ചറിൽ ജെമിനി പ്ലേസ്മെന്റിന് എങ്ങനെയായിരിക്കും. സിംഗിൾസ് ആയിരിക്കാം, റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയായിരിക്കാം, എങ്ങനെയാണ് ആയിരിക്കാം. ഓക്കെ, ക്ലാരിഫൈ ദ 3 of Wands. Thank you. Clarify the Temperance. Clarify the 9 of Pentacles. Thank you. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുൻപോട്ട് പോകും തോറും നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ഷിഫ്റ്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വളരെ നല്ലൊരു സമയം നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. യാത്രകളൊക്കെ പോകാൻ അവസരം കിട്ടും. പൊതുവേ സമാധാനം നിറഞ്ഞ, സ്വസ്ഥത നിറഞ്ഞ, വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സമയം നിങ്ങളും നിങ്ങളുടെ പങ്കാളിയായിട്ട്. ഓക്കെ, ഒരു എന്താ പറയണ്ടേ, നിങ്ങൾ അത്രയും എൻജോയ് ചെയ്യുന്ന, റിലാക്സ് ചെയ്യുന്ന അനുഭവങ്ങളാണ് നിങ്ങളുടെ ലവ് ലൈഫിൽ ഉണ്ടാകുക. നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളിൽ കൂടുതൽ ഒരു അട്രാക്ഷൻ തോന്നും. കാരണം നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഗ്ലോ അപ്പ് നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിലും അത് കൃത്യമായി കാണിക്കും. അപ്പോൾ അത് തന്നെ നിങ്ങളുടെ പാർട്ട്ണർ കുറച്ചും കൂടെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പാർട്ട്ണർ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവരും നിങ്ങളിലേക്ക് ആ ശ്രദ്ധ വരുന്നതായിട്ട്, ആ ഒരു അട്രാക്ഷൻ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള മുൻപ്, ഓക്കെ, റിലേഷൻഷിപ്പ് ആകമാനം എടുത്തു കഴിഞ്ഞാൽ അത് ലവ് ലൈഫ് എന്ന് മാത്രമല്ല മൊത്തം റിലേഷൻഷിപ്പുകളിൽ മുൻപ് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള, നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ആ അനുഭവങ്ങളുടെ ഓർമ്മകൾ നിങ്ങളിങ്ങനെ വേട്ടയാടുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ. പക്ഷേ ഈ ഗ്ലോ അപ്പോട് കൂടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ ഭാവിയിൽ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾ ആ മെമ്മറീസ്, ആ ഒരു വിഷമമുണ്ടാക്കുന്ന അനുഭവങ്ങളുടെ ഓർമ്മകൾ, അതുപോലെ ആ എനർജീസിൽ നിന്നൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാം. നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് കംപ്ലീറ്റ് ആകാണ് ഈ നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിംഗിൾ എനർജി മാറുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സ്യൂട്ടേഴ്സ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. നിങ്ങളിൽ ഒരുപാട് പേര് ഇൻട്രസ്റ്റഡ് ആയിട്ട് നിങ്ങളോട് ആ ഒരു ഇഷ്ടം തോന്നുന്നു പറയുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി നിങ്ങൾ മാരേജ് ആണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രപ്പോസൽസ് വരുന്ന ഒരു സമയമായിട്ട് കാണുന്നു. ഓക്കെ, അങ്ങനെ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ്, നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും തരുന്ന ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ആണ് നിങ്ങളുടെ ലവ് ലൈഫിൽ ഇനി വരാനായിട്ട് ഇരിക്കുന്നത്. ഇനി നിങ്ങളിലുള്ളിൽ എന്താണ് ഇനി ഹീലിംഗ് വേണ്ടത്? ഓക്കെ, ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ എന്താണ് ഹീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾ എംപ്രസ് എനർജിയിലായിരിക്കണം. നിങ്ങൾ ആ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് നിങ്ങൾ മാറണം. ഡിവൈൻ ഫെമിനിൻ എനർജിയുടെ പ്രത്യേകത എന്താ? ഡിവൈൻ ഫെമിനിൻ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്രസ് വളരെ എന്താ പറയുക, സ്നേഹവും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് വളരെ സ്നേഹമുണ്ട്, ഒരു അമ്മയുടെ കരുതലും ആ ഒരു കമ്പാഷനും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ആ സ്നേഹം അവർക്ക് എല്ലാവരിലേക്കും പകരാൻ പറ്റും.
വളരെ നാച്ചുറലി. ഓക്കെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ, അൺകണ്ടീഷണൽ ലവ്, അതാണ് എംപ്രസിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എംപ്രസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എംപ്രസിന്റെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അവർ ആ ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിലാണ് എപ്പോഴും ആയിരിക്കുക. എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നോളും. അവരതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല എന്ന് ബോധ്യമുള്ള ഒരാളാണ് എംപ്രസ്. മാത്രമല്ല എംപ്രസിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ്, എംപ്രസ് എന്ന വ്യക്തിയിൽ അവർ വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരാളായിരിക്കും. ഒരു തരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റിയോ അല്ലെങ്കിൽ എനിക്ക് ആ കുറവുണ്ടോ, എനിക്കിങ്ങനെ കുറവുണ്ടോ, എനിക്കിങ്ങനെ ഒരു എന്താ പറയുക, ഞാൻ മറ്റുള്ളവരായിട്ട് അനാവശ്യമായിട്ട് കമ്പാരിസൺ, ഇതൊന്നും എംപ്രസിനില്ല. കാരണം എംപ്രസിൻ്റെതായ രീതിയിൽ അട്രാക്റ്റീവ് ആണെന്ന് ബോധ്യമുള്ള ഒരാളാണ്. ഈ എനർജിയിലേക്ക് നിങ്ങൾ മാറുക, അതാണ് വേണ്ടത്. ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് നിങ്ങൾ ഇനിയും എത്തിയിട്ടില്ല. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് കൂടുതൽ സുന്ദരമാക്കാൻ നിങ്ങൾ എംപ്രസ് എനർജിയിലേക്ക് ആകണം. പിന്നെ നിങ്ങളുടെ സേഫ് സോണിൽ ഇരുന്നാൽ തന്നെ, പ്രത്യേകിച്ച് ഇത് സിംഗിൾസിനുള്ളതാണ് കേട്ടോ ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ സേഫ് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ സേഫ് സോണിലേക്ക് വന്നു ചേരില്ല. പലപ്പോഴും നിങ്ങൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തന്നെ വേണം. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രണയത്തിലാകെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിന് ഒരു അവസരം വരുമ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. ഓക്കെ, എൻ്റെ കംഫർട്ട് സോണിൽ ഞാൻ പുറത്തിറങ്ങില്ല, പക്ഷെ എനിക്ക് ഒരു എന്താ പറയുക ഒരു പാർട്ട്ണർ വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല, രണ്ടും ഒരുമിച്ച് നടക്കില്ല. അപ്പോൾ നിങ്ങൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ തയ്യാറാക്കണം. ഓക്കെ, കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക. അത് വെച്ചിട്ട് ബ്ലൈൻഡായിട്ട് ഏതെങ്കിലും വരുന്നൊരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലാവാനല്ല പറയണേ. കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാലോ, നിങ്ങളുടെ ആ ഒരു ഗട്ട് ഫീലിംഗ് ഒക്കെ വെച്ചുകൊണ്ട് ഇവർ നല്ലതാണോ അല്ലയോ എന്നൊക്കെ കൃത്യമായി അനലൈസ് ചെയ്തതിന് മാത്രം ഒരു പ്രോപ്പർ കമ്മിറ്റ്മെന്റിലേക്ക് പോകുക. ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യുക, പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലതല്ല, ടോക്സിക് ആണെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബന്ധം അവിടെ അവസാനിപ്പിക്കുക. അത് നിങ്ങൾ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയുക നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് നിങ്ങൾ പൂർണ്ണമായി തയ്യാറാണെങ്കിൽ മാത്രം ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, നിങ്ങളെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങളോട് പറയുന്നത് പ്രസന്റ് മൊമെന്റിലായിരിക്കുക. അടുത്ത ഹീലിംഗ് വേണ്ടത് അവിടെയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ നിയന്ത്രിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് ഭാവിയിൽ ഇങ്ങനെയായിരിക്കണം ഈ റിലേഷൻഷിപ്പ്, ഒരു വർഷം കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം ഞങ്ങളുടെ കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ എനിക്ക് ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെയല്ല കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് സമയത്ത് നടക്കണം, എപ്പോൾ നടക്കണം, എങ്ങനെ നടക്കണം എന്നുള്ളത് യൂണിവേഴ്സാണ് തീരുമാനിക്കുക. അങ്ങനെ യൂണിവേഴ്സിന്റെ ആ ഒരു പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് അത് ഏറ്റവും നല്ല രീതിയിൽ സംഭവിക്കുക എന്ന് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ്, അതിലെന്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആ റിലേഷൻഷിപ്പിൽ നല്ല നല്ല മൊമെന്റ്സ് ഉണ്ട്, ആ നല്ല നല്ല മൊമെന്റിൽ കൂടുതൽ അതിലായിരിക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നല്ല നല്ല നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഓക്കെ, നല്ല നല്ല മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ എങ്ങനത്തെയാണ്, അവരുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം, അവരെങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം, റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, ഇതിനെ പറ്റിയൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് കൃത്യമായി മനസ്സിലാക്കി ആ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഹീൽ ചെയ്യേണ്ടതിന് ഹീൽ ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് അതും കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ, യൂണിവേഴ്സ് ഒരു കോൺസ്റ്റന്റ്ലി ഏതെങ്കിലും ഏഞ്ചൽ നമ്പർ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു മെസ്സേജ് നിങ്ങളോട് കൺവേ ചെയ്യാനാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളോട് അതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറയുന്നു. നിങ്ങൾ വളരെയധികം ഒരു ആത്മവിശ്വാസം കീപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു സംശയത്തോടെ അല്ലെങ്കിൽ ഇത് വർക്കൗട്ട് ആവോ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവില്ല. അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും വർക്കൗട്ട് ആവില്ല. കാരണം നിങ്ങളിങ്ങനെ സംശയിച്ച് പേടിച്ചാണ് പോണേ, ടെൻഷൻ അടിച്ചാണ് പോണേ. അപ്പോൾ കൂടുതൽ ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് വർക്കൗട്ട് ആവില്ല. കാരണം നിങ്ങൾ ലോ വൈബ്രേഷൻ എനർജിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആ റിലേഷൻഷിപ്പിലായിരിക്കാനായിട്ട് പറയുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എത്തിക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില പ്രിൻസിപ്പിൾസ് ഉണ്ടാവും അല്ലേ, അത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അത് കൃത്യമായിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. എനിക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായി അറിയിക്കണം. അത് റെസ്പെക്ട് ചെയ്യുന്ന ആളെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് കൂടെ കൊണ്ടുപോകേണ്ടത്. ആ വ്യക്തി അത് റെസ്പെക്ട് ചെയ്യുന്നില്ല, അവരുടെ ഇഷ്ടങ്ങൾ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ബന്ധത്തിൽ തുടരാൻ പാടില്ല. അത് നിങ്ങൾക്ക് ഹെൽത്തി അല്ല. ഓക്കെ, അതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്.
ഇനി നിങ്ങളോട് ഒരു സ്പിരിച്വൽ അഡ്വൈസ്, ഇനി യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ യൂണിവേഴ്സിന് എന്താണ് നിങ്ങളുടെ ഈ ഒരു ലവ് ലൈഫിന്റെ ഇപ്പോഴത്തെ എനർജിയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ഗ്രൗണ്ടഡ് ആയിരിക്കാൻ പറയുന്നു. ഓക്കെ, ഒരു ലവ് ലൈഫിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിലും ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റി വേണം. ഓക്കെ, ഇമോഷണൽ മെച്യൂരിറ്റി വേണം, ഇമോഷണലി അവൈലബിൾ ആയിരിക്കണം, ഓവർവെൽംഡ് ആവാതിരിക്കുക. അതായത് ഒരു ഇമോഷൻസിൻ്റെ ഒക്കെ ഒരു പീക്കിൽ നിൽക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഓക്കെ, ആ ഒരു ഇമോഷൻസിൻ്റെ പീക്കിൽ എക്സ്ട്രീം ഹാപ്പിനെസ്, എക്സ്ട്രീം എക്സൈറ്റഡ് ആയിരിക്കുമ്പോൾ വാക്കുകൾ കൊടുക്കാതിരിക്കുക. ഓരോ കാര്യങ്ങളും വളരെ ചിന്തിച്ച് വേണം. ഓരോ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ, റിലേഷൻഷിപ്പിലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ വിശകലനം ചെയ്ത് തന്നെ വേണം അതിലേക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട്. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ പറഞ്ഞു എന്ന് കണ്ടു മാത്രം നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോകാതിരിക്കുക. നിങ്ങൾ കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പ് വരുത്തുക. അത്രയും മെച്ചോർഡായിട്ട് നിങ്ങൾ ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നു അനാവശ്യമായ ചിന്തകൾ, പ്രത്യേകിച്ച് ഇങ്ങനെ എന്താ പറയുക, ഓവർ തിങ്ക് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ പ്രശ്നം ഉണ്ടായാലോ ഇങ്ങനെ പ്രശ്നം ഉണ്ടായാലോ, അങ്ങനത്തെ ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കുക. അത് ഒഴിവാക്കിയിട്ട് മാക്സിമം സമാധാനം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ മാക്സിമം പീസ്ഫുൾ ആയിട്ടിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാറ്റങ്ങൾ, അനിവാര്യമായ മാറ്റങ്ങൾ അത് സംഭവിക്കാൻ നിങ്ങൾ അനുവദിക്കണം. ഓക്കെ, അനിവാര്യമായ മാറ്റങ്ങളുണ്ട് ലവ് ലൈഫിൽ. ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ലതല്ലെങ്കിൽ അത് അവസാനിക്കേണ്ട ഒരു മൊമെന്റ് എത്തുമ്പോൾ അത് അവസാനിക്കാൻ നിങ്ങൾ അനുവദിക്കുക. ഓക്കെ, നിങ്ങൾ നല്ലതല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഒരു 100% എഫേർട്ട് ഇട്ടിട്ടും ആ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലതാണ് നിങ്ങൾ അർഹിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ആ സത്യം മനസ്സിലാക്കി സമയമെടുക്കും അതിൽ നിന്ന് ഹീലാകാൻ, പക്ഷെ അത് അനുവദിക്കുക. ആ ബന്ധം വിട്ടുപോകാൻ നിങ്ങൾ അനുവദിക്കണം. ഓക്കെ, ആ വ്യക്തിയെ ചേസ് ചെയ്യാതിരിക്കുക, ആ കണക്ഷനെ ചേസ് ചെയ്യാതിരിക്കുക, മുറുകെ പിടിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്താൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾക്കുള്ളതല്ലെങ്കിൽ നിങ്ങൾ എത്ര മുറുകെ പിടിച്ചാലും നിങ്ങളിൽ നിന്നത് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ജെമിനായി. ഈ റീഡിങ്ങിലൂടെ നിങ്ങളുടെ ലവ് ലൈഫിനെ കുറിച്ചിട്ട് ഒരു എനർജി ചെക്കിംഗ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾ ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക്